ഒറ്റ അടിച്ചൊരു വേണ്ടാനും പറയുന്നു. ഇനി അടുത്തോ. അതിനാരുമില്ലല്ലോ ഇവിടെ. അമ്മ അതിനപ്പുറത്തല്ലേ? ഭജഗോവിന്ദം ശരി. ഗോവിന്ദം ഭജമൂഢമതേ ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജമൂഢമതേ. ഭിക്ഷ ചോദിച്ച് ഏതോ സന്യാസിനി മുറ്റത്ത് വന്നു നിന്ന് പാടുന്നു. നിങ്ങൾ കേൾക്കുന്നില്ലേ? കോമളം, സുനിലേ, ഏകാദശിയാണിന്ന്. ഭജഗോവിന്ദം പാടി വന്ന ആ സ്ത്രീക്ക് 2 രൂപ എടുത്ത് കൊടുക്കൂ കോമളം. ആ സന്യാസിനിക്ക് വരാൻ കണ്ട സമയം. നീ വേഗം പോയി 2 രൂപ എടുത്ത് കൊടുക്ക, അല്ലെങ്കിൽ അമ്മ വീട്ടിൽ വിളിച്ചു കയറ്റി താമസിപ്പിച്ചോളെ. മാറ്. ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജ വിളിക്കണ്ട, ഇപ്പൊ കൊണ്ടുവരും. നല്ല മൂഡിലായിരുന്നു വൃത്തികെട്ട സ്ത്രീ. ഭജഗോവിന്ദം ഭജഗോവിന്ദം ഗോവിന്ദം ഭജമൂഢമതേ ഭജഗോ പുനരഭിജനനം പുനരഭിമരണം പുനരഭിജനനി ജഠരേ ശയനം. ഞാൻ ഭിക്ഷ ചോദിച്ചു വന്നതല്ല മകളെ. കോമൾ എന്താ എന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നത്? എന്നെ മനസ്സിലായില്ലെന്ന് മാത്രം പറയരുത്. നിന്റെ അമ്മ ലളിതയുടെ സഹോദരൻ സുകുമാരന്റെ ഭാര്യ നളിനിയുടെ അമ്മയാണ്. എവിടെ? ക്ഷേത്ര ദർശനത്തിൽ സർവജ്ഞപീഠം കയറിയ നിന്റെ മാതാവ് മലക്കറി അറിയുന്നു മാതാശ്രീ. കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനേ. അമ്മേ, ഇതാരാ വന്നിരിക്കുന്നത് നോക്കി. വളരെ നാളുകളായി മനസ്സിൽ കർപ്പൂരമായി എരിഞ്ഞു നിന്ന ആഗ്രഹം ഇന്ന് സഫലമായി. വളരെ സന്തോഷം. രാജമ്മ ചേച്ചി ഇരിക്കൂ. ഇരുന്നു. അല്ല, ചേച്ചി എന്ന് വിളിക്കാൻ മാത്രം പ്രായവ്യത്യാസം നമ്മൾ തമ്മിൽ ഉണ്ടോ? ഉണ്ടായിരിക്കുമെന്ന ധാരണയിലാണ് വിളിച്ചത്. വേണ്ടെങ്കിൽ വേണ്ട, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പേര് വിളിച്ചു കളയാം. വേണ്ട, ചേച്ചിന്ന് തന്നെ വിളിച്ചോളൂ. അല്ലെങ്കിലും വയസ്സിലും പേരിലും ഒക്കെ എന്തിരിക്കുന്നു? എല്ലാം മായ. എല്ലാം മായ എന്ന് പറയുന്നത് ശരിയാണോ? ഇപ്പോ അമ്മുമ്മ എന്റെ അമ്മയുടെ അടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് സത്യമല്ലേ? മായയാണോ? ബ്രഹ്മം സത്യം ജഗത് മിഥ്യ എന്ന് ശ്രീ ശങ്കരാചാര്യർ പറഞ്ഞു. അതിനെ ഇന്റർപ്രറ്റ് ചെയ്ത് ചിലർ മായാവാദം പ്രചരിപ്പിച്ചു. കണ്ടോ കണ്ടോ, ഇതുപോലുള്ള സംഗതികൾ കേൾക്കാനാണ് ഞാൻ വന്നത്. നമ്മൾ രണ്ടുപേരും ഭക്തിമാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവരാണല്ലോ. പരസ്പരം പലതും പഠിപ്പിക്കാൻ കഴിയും. ഭക്തിയെ പലർ പലതരത്തിലല്ലേ കാണുന്നത്? അമ്മയുടെ ഭക്തിയും അമ്മുമ്മയുടെ ഭക്തിയും സമാന്തര രേഖകളാണ്, ഒരിക്കലും കൂട്ടിമുട്ടുകയില്ല. ഞങ്ങൾ ഭക്തിയുടെ 2 നദികളായി അങ്ങനെ ഒഴുകും, ഗംഗയും യമുനയും. ആ ത്രിവേണി സംഗമത്തിനായാണ് ഞാൻ ഇവിടെ വന്നത്. ഗംഗയും യമുനയും സരസ്വതിയും ചേർന്നാലല്ലേ ത്രിവേണി സംഗമമാകുന്നുള്ളൂ. വേണി എന്ന് പറഞ്ഞാൽ നദി, ത്രി എന്ന് പറഞ്ഞാൽ 3. സംഗമസ്ഥാനത്ത് സരസ്വതി അദൃശ്യല്ലേ മോളെ? എന്താ അമ്മ ഇത്? കോമളത്തിന് വല്ലപ്പോഴും മാത്രം കൈവരുന്ന ഭാഗ്യം അമ്മയായിട്ട് എന്തിനാ തട്ടിക്കളയുന്നേ? കോമളം, നീ തന്നെയാണ് സരസ്വതി നദി. 1, 2, 3 ത്രിവേണി സംഗമം. അത് കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അല്ല, അമ്മൂമ്മ സരോജ കുഞ്ഞമ്മയുടെ വീട്ടിലല്ലേ താമസിച്ചിരുന്നത്? എന്താ ഇത്ര പെട്ടെന്ന് അവിടെ നിന്ന് പോന്നത്? അവിടെ കീർത്തനം പാടാൻ സമ്മതിക്കാത്തോണ്ടാണോ? ഞാൻ കരുണാലയത്തിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സരോജം വന്ന് എൻ്റെ കാല് പിടിച്ചു.
50 ലക്ഷം രൂപ വിലയുള്ള എൻ്റെ വീട്ടിൽ 1 വർഷമെങ്കിലും ചേച്ചി താമസിച്ച് എന്നെ അനുഗ്രഹിക്കണേന്ന് പറഞ്ഞു. എന്തൊക്കെ ആയാലും എൻ്റെ മകൾ നളിനിയുടെ നാത്തൂനല്ലേ സരോജും. ഒരാൾ കാലിൽ പിടിച്ച് യാചിക്കുമ്പോൾ ആ കൈ തട്ടിക്കളയുന്നത് ഭക്തിമാർഗത്തിൽ സഞ്ചരിക്കുന്നവർക്ക് ചേർന്ന പ്രവൃത്തിയല്ല. ശരിയല്ലേ? ആ ബാഗ് മുറിയിൽ കൊണ്ടുവച്ച് കുളിച്ച് വേഷം മാറ്റി വന്നാട്ടെ. ഞാൻ അതിരാവിലെ കുളിച്ചു. കുളിച്ചാലെന്ത്, കുളിച്ചില്ലേലെന്ത്? മനുഷ്യ ജീവിതത്തിൽ ശരീരശുദ്ധിക്കല്ല മനഃശുദ്ധിക്കാണ് പ്രാധാന്യം. വളരെ ശരിയാണ്. കണ്ടില്ലേ, ഇതാണ് മനസ്സുകളുടെ യോജിപ്പ്. ഞാൻ പറയുന്നത് ശരിയാണെന്ന് എൻ്റെ മകൾ നളിനി പോലും സമ്മതിക്കാറില്ല. മോളെ കോമളം, അമ്മൂമ്മയ്ക്ക് മുറി കാണിച്ചു കൊടുക്ക്. വരൂ. എടുത്തോളൂ. അമ്മ ഇത്രയും നല്ല സ്വീകരണം ആ സ്ത്രീ അർഹിക്കുന്നില്ല. സരോജ കുഞ്ഞമ്മയുടെ വീട്ടിൽ കുറച്ചു ദിവസമേ താമസിച്ചുള്ളൂ. കുഞ്ഞമ്മയും പ്രസാദും തമ്മിൽ പിണങ്ങി. നീ എന്താ മോനെ കൊച്ചു പിള്ളേരെ പോലെ സംസാരിക്കുന്നത്? പ്രസാദ് പ്രഭയോടും നിന്നോടും ഒക്കെ പിണങ്ങിയത് രാജമ്മ ചേച്ചി കാരണമാണോ? അമ്മയുടെയും മകൻ്റെയും മനസ്സിൽ പിണക്കത്തിൻ്റെ വിത്തുകൾ നേരത്തെ തന്നെ കിടന്നിരിക്കും. ഈ സ്ത്രീ ആ വിത്ത് മുളച്ചു വളരാൻ വെള്ളവും വളവും നൽകി. നീ എന്തിനാ പേടിക്കുന്നത്? നിന്റെ മനസ്സിൽ പിണക്കത്തിൻ്റെയോ എതിർപ്പിൻ്റെയോ വിത്തുകൾ വീണ് കിടപ്പുണ്ടോ? എങ്കിൽ പേടിക്കണം. മോനെ, നീ പോയി കുറച്ച് മീൻ വല്ലതും കിട്ടുമെന്ന് നോക്ക്. സദാ നേരവും കീർത്തനം പാടിയാണ് നടക്കുന്നതെങ്കിലും രാജമ്മ ചേച്ചിക്ക് ചോറ് തൊണ്ടയ്ക്ക് താഴോട്ട് ഇറങ്ങണമെങ്കിൽ മീൻ കൂടിയേ കഴിയൂ. ഈ അമ്മയുടെ ഒരു കാര്യം. എൻ്റെ അമ്മ ഈ ഭൂമിയിലൊന്നും ജനിക്കേണ്ട സ്ത്രീയല്ല. മനുഷ്യർക്ക് ഭൂമിയിലേ ജനിക്കാൻ കഴിയൂ. സ്വർഗവും പാതാളവും ഒക്കെ മുത്തശ്ശി കഥകളിലെ സാങ്കല്പിക സ്ഥലങ്ങൾ മാത്രം. മറ്റ് ഗ്രഹങ്ങളിലൊന്നും ജീവികളില്ലെന്ന് ഞാൻ പറയില്ല. തീർച്ചയായും അവിടൊന്നും മനുഷ്യരില്ല. ഭൂമിയുടെ ഭാഗ്യമാണ് മനുഷ്യൻ. മനുഷ്യന്റെ ഭാഗ്യമാണ് ഭൂമി. കേട്ടോ രാജമ്മ, അമ്മൂമ്മ, ഇതുവരെയുള്ള എൻ്റെ വിശ്വാസം ഈശ്വരനോട് അടുക്കും തോറും നമ്മൾ മാംസാഹാരം പാടെ ഉപേക്ഷിക്കാൻ ശ്രമിക്കുമെന്നായിരുന്നു. വ്രതം നോക്കുന്ന ദിവസങ്ങളിൽ ഹിന്ദുക്കളാരും മാംസാഹാരം കഴിക്കാറില്ലല്ലോ, ഉണ്ടോ? ഞാൻ മീനും ഇറച്ചിയൊന്നും കഴിക്കാറില്ല. പക്ഷേ ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ മറ്റുള്ളവരാരും ചെയ്യാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധിയൊന്നും എനിക്കില്ല. സുനിലിൻ്റെ അച്ഛൻ നിരീശ്വരവാദിയും മാംസഭുക്കുമായിരുന്നു. ഞാൻ വാദിച്ച് വഴക്കുണ്ടാക്കാനൊന്നും നിന്നില്ല. മീനും ഇറച്ചിയൊക്കെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അദ്ദേഹത്തിൻ്റെ അമ്മയോട് ചോദിച്ചു പഠിച്ചു. അതുകൊണ്ടല്ലേ എനിക്കിന്ന് രാജമ്മ ചേച്ചിക്ക് മീൻകറി വെക്കാൻ സാധിച്ചത്. നല്ല രസികൻ കറി. പക്ഷേ മീൻ അല്പം പഴയതാണോന്നൊരു സംശയം. മീനും ഇറച്ചിയും കഴിക്കുന്നത് ഈശ്വര നിഷേധമല്ല. അങ്ങനെ ആര് പറഞ്ഞു? ശ്രീരാമനും ശ്രീകൃഷ്ണനും ഒക്കെ മാംസാഹാരം കഴിക്കുമായിരുന്നു. ശ്രീകൃഷ്ണൻ ഏറ്റവും ഇഷ്ടപ്പെട്ട മാനിറച്ചി പാകം ചെയ്ത് അദ്ദേഹം വരാൻ കുന്തി കാത്തിരിക്കുന്ന ഒരു സന്ദർഭം മഹാഭാരതത്തിലുണ്ട്. എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണത്തിൽ ഭരദ്വാജാശ്രമ പ്രവേശനം എന്ന ഭാഗത്ത് ശ്രീരാമനും ലക്ഷ്മണനും സീതയും മാംസം കഴിച്ചതായി പറയുന്നുണ്ട്. വൈദേഹി തന്നോടു കൂടവേ രാഘവൻ സോദരനോടും ഒരു മൃഗത്തെ കൊന്നു. സാദരം ഭുക്ത സുഖേന വസിച്ചിതു എന്ന് എഴുത്തച്ഛൻ അധ്യാത്മരാമായണത്തിൽ പറയുന്നു. അതെ, ഈ കാര്യം ഇങ്ങനെ സംസ്കൃതത്തിൽ പറയേണ്ട കാര്യമില്ല. പച്ച മലയാളത്തിൽ അങ്ങ് പറയാം. കൊന്നാൽ പാപം, തിന്നാൽ തീരും. ഞാൻ പറഞ്ഞത് സംസ്കൃതമല്ല ചേച്ചി, മലയാളമാണ്. ഞാൻ ചൊല്ലിയ വരികളിൽ ഭുക്ത എന്ന പദം മാത്രമേ സംസ്കൃതമുള്ളൂ. ഭുക്ത എന്നാൽ ഭുജിച്ചിട്ട് അല്ലെങ്കിൽ കഴിച്ചിട്ടെന്നർത്ഥം. ഭഗവാനെ നാരായണ, നീയും മാംസം തിന്നുന്നു, ഞാനും മാംസം തിന്നുന്നു. ശ്രീരാമൻ കാട്ടിപ്പോയ കഥ കേട്ടപ്പോഴാ ഒരു കാര്യം ഓർത്തത്. ഏതോ ഒരു ക്രിസ്ത്യാനിൻ്റെ കൂടെ ഓടിപ്പോയ നിന്റെ തള്ളയെപ്പറ്റി പിന്നെ വല്ലതും കേട്ടോ? അമ്മ ഒളിച്ചല്ല പോയത്, എല്ലാരും കാണുക തന്നെ പോയത്.
ഏതായാലും വലിയ നാണക്കേടായിപ്പോയി. വിവാഹം മൂലം നിങ്ങളുടെ ബന്ധുവായി മാറിയ എനിക്കേ നാട്ടുകാരുടെ മുഖത്ത് നോക്കാൻ പ്രയാസം. അപ്പൊ അടുത്ത രക്തബന്ധമുള്ള നിങ്ങളുടെയൊക്കെ സ്ഥിതി എന്തായിരിക്കും? അമ്മുമ്മ ഈയിടയ്ക്ക് പ്രഭയുടെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോകാൻ ഒരു ശ്രമം നടത്തിയെന്ന് കേട്ടു. അമ്മുമ്മയ്ക്ക് ഒരു കാര്യം അറിയൂ, ഒളിച്ചോടിപ്പോകുന്നതിനേക്കാൾ കുറ്റകരമാണ് കിഡ്നാപ്പിംഗ്. എന്താപ്പി? കിഡ്നാപ്പിംഗ്, അതായത് കടത്തിക്കൊണ്ടുപോകൽ. നിങ്ങൾ കേട്ട പോലെ ഒന്നല്ല കാര്യങ്ങൾ. സരോജാണ് എല്ലാം ചെയ്തത്. എന്നിട്ട് കുറ്റം എൻ്റെ തലയിൽ കെട്ടിവെക്കുകയായിരുന്നു. കുട്ടിയെ കണ്ടിട്ട് സരോജ കുഞ്ഞമ്മ എന്തു പറഞ്ഞു? കുഞ്ഞിനെ അടിമുടി ഒന്ന് നോക്കി, എന്നിട്ട് പറഞ്ഞു കേട്ടതുപോലൊന്നും പ്രസാദിന്റെ ചായ ഇല്ലെന്ന്. ഏതായാലും കുട്ടി സുനിലിൻ്റെതല്ലെന്ന് സരോജം തീർത്തു പറഞ്ഞു. ഹോ, അതെന്റെ മഹാഭാഗ്യം. Please take your honorable seat. Thank you. Dear friends, let us give a warm welcome to our new CEO, Mrs. Vishalakshi Ammal. Her contribution to the field of cotton and garment industry are remarkable. I am sure her initiative and leadership will take our company to new heights. I request our new leader to speak a few words of blessing, which we may cherish forever. Thank you. Dear brothers and sisters, I am here only because of Mr. Jayachandran, who is more than a son to me. I started my business from nothing. I still believe that integrity, intensity of thinking, and hard work are the real capital of any business. I am not a leader, but I believe that I could teach you what leadership really means. Let us join together for a better tomorrow. Thank you. വരൂ. Very good. Beautiful house. വലിയ ചെറിയ വീടുകളേക്കാൾ ചെറിയ വലിയ വീടുകളാണ് എനിക്കിഷ്ടം. ഒരു കുടുംബത്തിന് ജീവിക്കാൻ 15,000 സ്ക്വയർ ഫീറ്റ് പ്ലിന്ത് ഏരിയ ഉള്ള ഒരു കൊട്ടാരം എന്തിനാണ്? ഇറ്റ്സ് എ ക്രിമിനൽ വേസ്റ്റ്. മാഡം എന്തു പറഞ്ഞാലും വാക്കുകളിൽ ഒന്നിലധികം അർത്ഥങ്ങൾ ഒളിച്ചിരിക്കും. പരിചയമായ നിമിഷം മുതൽ ഞാനത് ശ്രദ്ധിക്കുന്നു. പറയുന്ന സന്ദർഭം, പറയുന്ന ആൾ, കേൾക്കുന്ന വ്യക്തി, അവർ തമ്മിലുള്ള ബന്ധം എല്ലാം വളരെ പ്രധാനമാണ്.
ഏതു വാക്കിന്റെ അർത്ഥം ആപേക്ഷികമാണ്. ചിമയി, നീ എന്റെ ജയന്റെ ഭാര്യയല്ലേ? എന്തിനാ എന്നെ മാഡം എന്ന് വിളിക്കുന്നത്? ജയൻ പരിചയപ്പെട്ട കാലത്തും ഇപ്പോഴും എന്നെ അമ്മയെന്നാണല്ലോ വിളിക്കുന്നത്. ചിന്മയും എന്നെ അങ്ങനെ വിളിക്കുന്നതാ എനിക്കിഷ്ടം. സോറി, ഇക്കാര്യത്തിൽ ഞാൻ എന്റെ ഹസ്ബൻഡിനെ പോലെ ലിബറൽ അല്ല. ഐ ഹാവ് നോ പ്രിട്ടൻഷ്യസ്. എനിക്ക് ഒരമ്മയുള്ളൂ, എന്നെ പ്രസവിച്ച സ്ത്രീ. ജയന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഞാൻ ആന്റി എന്ന് വിളിക്കുമായിരുന്നുള്ളൂ. ഇതാണ് എൻ്റെ ഭാര്യയുടെ രീതി. പരിചയപ്പെടുന്ന ഒരാൾക്കും ഇതാ എനിക്കൊരു ബന്ധുവിനെ കിട്ടി എന്ന് തോന്നലുണ്ടാകരുതെന്ന് ചിന്മയ്ക്ക് നിർബന്ധമുണ്ട്. അതേസമയം ചിലർക്ക് പരിചയമാവുന്നതിന് മുൻപ് തന്നെ എങ്ങനെ ഈ സ്ത്രീ എൻ്റെ ശത്രുവായി എന്ന് തോന്നലുണ്ടായെന്നും വരാം. സ്റ്റോപ്പ് യുവർ ഡേർട്ടി കമന്റ്സ്. ഐ ആം വെരി ടയർഡ്. ഐ നീഡ് സം റെസ്റ്റ്. അമ്മ ദയവായി എൻ്റെ ഭാര്യയെ തെറ്റിദ്ധരിക്കരുത്. വൈ? ഞാൻ എന്തിനാ അവളെ തെറ്റിദ്ധരിക്കണം? മനസ്സിൽ തോന്നുന്നത് മുഖം നോക്കാതെ അവൾ വിളിച്ചു പറയുന്നു. എനിക്കോ നിനക്കോ മനസ്സിലുള്ളതെല്ലാം ഉറക്കെ വിളിച്ചു പറയാൻ പറ്റുമോ? സാധ്യമല്ല. കാരണം നമ്മൾ കച്ചവടക്കാരാ. മനസ്സിലുള്ള കയ്പ് മറച്ചു വെച്ച് മധുരമായി സംസാരിക്കാൻ പറ്റിയാലേ നമുക്ക് ലാഭം കിട്ടൂ. ആട്ടെ, ഞാൻ ഈ വീട്ടിൽ തന്നെ താമസിക്കണമെന്ന് മോന് നിർബന്ധമാണല്ലേ? അതെ. ട്രൂ ടു ലൈഫിൻ്റെ സിഇഒക്ക് 25,000 രൂപ മന്ത്ലി റെൻ്റ് കൊടുത്ത് ഒരു വീടെടുത്ത് തരാൻ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ അമ്മ എൻ്റെ കൂടെ ഈ വീട്ടിൽ തന്നെ താമസിക്കണം. ശ്രീമതി വിശാലാക്ഷി അമ്മാളെ ഞാനിവിടെ കൊണ്ടുവന്നത് എൻ്റെ കമ്പനിയുടെ സിഇഒ ആകാൻ മറ്റൊരാളെ കിട്ടാത്തതുകൊണ്ടല്ല. എനിക്ക് വേണ്ടത് എൻ്റെ അമ്മയെയാണ്. എന്നെ പ്രസവിച്ചത് ആരാണെന്നറിയില്ല. കോയമ്പത്തൂരിലെ തെരുവുകളിലാണ് ഞാൻ വളർന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് അമ്മയെ കൂടിയേ കഴിയൂ. എന്തുകൊണ്ടെന്ന ചോദ്യത്തിന് സാവധാനമായി ഞാൻ മറുപടി പറയാം. വേണ്ട, നീ ഒന്നും പറയണ്ട. ഞാൻ നിന്റെ കൂടെ തന്നെ താമസിക്കാം. താങ്ക് യു. വരൂ.